അഫ്ഗാനിസ്ഥാനിൽ നിന്നും ഉന്നത പഠനത്തിനായി എത്തിയ വിദ്യാർത്ഥികൾ മഹാത്മാഗാന്ധി സർവകലാശാലയിൽ ഹാപ്പിയാണ്. വിവിധ കോഴ്സുകളിലെ 7 വിദ്യാർത്ഥികളാണ് സർവകലാശാല ക്യാമ്പസിൽ പഠിക്കുന്നത്. സ്വന്തം രാജ്യത്തെ രാഷ്ട്രീയ സാഹചര്യം മൂലം നാട്ടിലേക്ക് മടങ്ങാൻ കഴിയുന്നില്ലെന്നത് മാത്രമാണ് ഇവരുടെ സങ്കടം. It's beautiful environment. This is a nice weather. Also, lot of similarities it has with our country. Kerala is like God's own country. We believe for that and we really saw that also. കേരളത്തെക്കുറിച്ചും ഇവിടുത്തെ വിദ്യാഭ്യാസ സൗകര്യത്തെക്കുറിച്ചും പറയുമ്പോൾ അഫ്ഗാൻ സ്വദേശിയായ വാലിദ് അഹമ്മദിന് ഒരുപാട് സന്തോഷമാണ്. MG സർവകലാശാലയ്ക്ക് കീഴിലെ സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് ബിസിനസ് സ്റ്റഡീസ് വിദ്യാർത്ഥിയാണ് വാലിദ്. വാലിദിനെ പോലെ അഫ്ഗാനിൽ നിന്നുമുള്ള 7 പേർ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലായി പഠിക്കുന്നുണ്ട്. I came in 2021, on February 2021. I feel very comfortable in Kerala, especially in my department. I also have good experience about the people of Kerala. They are very kind people, they are very warm-hearted people. സഹപാഠികളായ മലയാളി വിദ്യാർത്ഥികളിൽ നിന്നും മികച്ച പിന്തുണയാണ് ലഭിക്കുന്നതെന്ന് ഇവർ പറയുന്നു. Teachers actually here, especially in this university, teachers are all highly qualified and we have very well-known syllabuses. In every department we have a very good library beside the main library. And yeah, we have a very actually good education system, especially in this MG University. സർവകലാശാല ഇവർക്ക് വേണ്ട എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും നൽകുന്നുണ്ട്. അഫ്ഗാനിസ്ഥാനിലെ നമ്മൾ സ്ഥിരമായിട്ട് എല്ലാ വർഷവും കുറേയധികം കുട്ടികൾ ഇവിടെ PG പ്രോഗ്രാമിനുമൊക്കെ വന്നുകൊണ്ടിരുന്നു. അപ്പോൾ പൊതുവിൽ അവരിവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വേണ്ട എല്ലാ ഭൗതിക സാഹചര്യങ്ങളും അവർ കൊടുക്കുന്നുണ്ട്. അക്കോമഡേഷനും ഉൾപ്പെടെ സർവകലാശാലയുടെ ഇതിലാണ് നൽകിയിരിക്കുന്നത്. 7 കുട്ടികളിൽ 4ഓളം പേര് ഇവിടെ തന്നെ PhD തുടർന്ന് കണ്ടിന്യൂ ചെയ്യാൻ ഇവിടെ. അപ്പോൾ ആ ഒരു രീതിയിൽ സർവകലാശാല അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അഫ്ഗാനിലെ രാഷ്ട്രീയ സാഹചര്യം മൂലം പഠനത്തിനിടയിൽ നാട്ടിലേക്ക് പോയാൽ മടങ്ങി വരാൻ ഇവർക്ക് മുന്നിൽ തടസ്സങ്ങൾ ഏറെയാണ്. ഉന്നത വിദ്യാഭ്യാസം തുടരുമ്പോഴും ഉറ്റവരെയും ഉടയവരെയും കാണാൻ കഴിയുന്നില്ലെന്ന സങ്കടം മാത്രമാണ് ഇവർക്കുള്ളത്. സാംജിത് ആർപ്പൂക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.